ഹലോ ഗായ്സ്, ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് മൂന്നാറിലെ ആനക്കുളം പോയപ്പോഴുള്ള കുറച്ച് വീഡിയോസാണ്. ഇതാണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. ഇതിൽ വൈകിട്ട് ആന ഡെയിലി കുളിക്കുകയും പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരും. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഞങ്ങളൊരു 4 മണി ടൈമിലൊക്കെ അവിടെ എത്തി. ആ ടൈമിലൊക്കെ ആകുമ്പോൾ ഇവിടെ അതിനൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാം, കാണാനൊക്കെ പോകാം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. വെള്ളത്തിൻ്റെ അടിയിലെ കല്ലുകളൊക്കെ ഒരു വെള്ളാരം കല്ല് പോലത്തെ കല്ലുകളൊക്കെയാണ്. അതിന് നല്ല ഭംഗിയായി കാണാനുണ്ടായിരുന്നത്. ഒരു 5 മണി ഒക്കെ ടൈമിലൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കാടിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും. ഇവിടെ ഇത് കാണാനായിട്ട് ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത്രയും അധികം ആൾക്കാരുണ്ടാവുമ്പോൾ അതിങ്ങനെ പേടിച്ചിട്ടാണ് വരാണ്ട് ഇരിക്കുകയായിരുന്നു. ആ ടൈമായപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് ആൾക്കാരെല്ലാവരും മാറ്റാൻ പറഞ്ഞു. അവിടുന്ന് ഫോറസ്റ്റുകാർ എല്ലാവരോടും മാറിക്കാൻ പറഞ്ഞു. ഈ വെള്ളത്തിൽ നിന്നൊക്കെ എല്ലാവരും പോയി കരയിൽ കുറച്ചധികം മാറി നിന്നിട്ട് അവിടെ നിന്ന് കണ്ടോളാൻ പറഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പൂരം പോലെ തന്നെ അതുപോലെ തന്നെ തട്ടുകടയും ഐസ്ക്രീംകാരും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും നോക്കിക്കുമ്പോഴാണ് ആന വന്നത്. ഇത് അവിടെ കണ്ടപ്പോൾ വേറെ കാര്യമൊന്ന് ശ്രദ്ധിച്ചത്, ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ആണും ഒരു പെണ്ണും പിന്നൊരു കുട്ടിയും, അങ്ങനെ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ചിന്ത വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ ആനപ്രേമികൾ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇതിനൊക്കെ ഉപദ്രവിക്കണ കാര്യമാണ്. കാട്ടിൽ ഇങ്ങനെ ഇണയായിട്ടും കുട്ടിയൊക്കെ ആയിട്ടും ജീവിക്കുന്ന ഒരു ആന, അതിനെ നമ്മുടെ നാട്ടിൽ പിടിച്ചു കെട്ടി ചങ്ങലക്കിട്ട് തീയുടെ മുന്നിലും പടക്കത്തിൻ്റെ മുന്നിലൊക്കെ നിർത്തി ഉപദ്രവിക്കുന്നതിന് പറയുന്നതാണ് ആനപ്രേമം, ആനപ്രേമികൾ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ ഗായ്സ്.